അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അറിവ് ദിവ്യാനുഗ്രഹമാണ്, ചോദിച്ചു വാങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യജ്ഞാന ശേഖരണ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട മാർഗനിർദ്ദേശം നൽകിയ ഉടനെ അള്ളാഹു നബിയോട് നിർവഹിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയാണിത്. റബ്ബി സിദ്നി ഇൽമ, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരേണമേ. അള്ളാഹു തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥന എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ചില സന്ദർഭങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുക്കുന്ന ദിവ്യവചനങ്ങൾ ദീർഘിച്ചതായിരിക്കും. അവ തൻ്റെ മനസ്സിൽ തെറ്റുകൂടാതെയും മറന്നുപോകാതെയും നിലനിൽക്കണമെന്ന ആഗ്രഹത്താൽ പ്രവാചകൻ അത് അപ്പോൾ തന്നെ നാവുകൊണ്ട് ഉരുവിടാൻ ശ്രമിക്കും. അത്തരമൊരു സന്ദർഭത്തിൽ അള്ളാഹു പ്രവാചകന് നൽകിയ 2 നിർദ്ദേശങ്ങളിൽ ഒന്നാണ് ഈ പ്രാർത്ഥന. വിജ്ഞാന സമ്പാദന രംഗത്ത് വിശ്വസിക്കേണ്ട ഭൗതികവും ആത്മീയവുമായ 2 പ്രധാന കാര്യങ്ങളാണിതിൽ സൂചിപ്പിക്കുന്നത്. ഒന്ന്, അറിവ് കേൾക്കുന്നതും നേടുന്നതും ശ്രദ്ധയോടെയും ഏകാഗ്രതയോടുമാകണം. ഗുരുമുഖത്ത് നിന്നാണെങ്കിൽ ഗുരു പറയുന്നതും തരുന്നതും ശ്രദ്ധയോടെ കേൾക്കുക എന്നതും പ്രധാനം. 2, ലഭ്യമായ അറിവ് നിലനിർത്താനും അറിവ് വർദ്ധിപ്പിച്ചു തരുവാനും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അറിവ് ദിവ്യമായ ഒരു അനുഗ്രഹമാണ്. അറിവിലൂടെ ആരും അഹങ്കാരത്തിലേക്ക് വഴിതെറ്റിപ്പോകരുത്. ശരിയായ അറിവ് നേടിയെടുക്കുവാനും അറിവ് നിലനിർത്തുവാനും അറിവ് വർദ്ധിപ്പിച്ചു തരുവാനും വിശ്വാസി തൻ്റെ റബ്ബിനോട് എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.